ബഹുമാനപ്പെട്ട അച്ഛൻ, ആരാധനയ്ക്കായി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹം, ഇടവകയിലെ ചുമതലക്കാർ, ക്രിസ്തുയേശുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ നടന്ന യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ കൺവെൻഷനിൽ സംബന്ധിക്കാനായിട്ടാണ് വന്നത്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനിടയായതിൽ ദൈവത്തെ വളരെയധികം സ്തുതിക്കുകയും വിശേഷാൽ ഇങ്ങനെ അവസരം ഒരുക്കിത്തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം, കടപ്പാട്, നന്ദി, ഇടവകയുടെ ചുമതലക്കാരോട്, ഇടവക ജനത്തോട് സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഏവൻഗേലിയോനായി നാം വായിച്ചത്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ ശിഷ്യന്മാർ കണ്ടെത്തുന്ന, വിശേഷാൽ 7 പേർ കർത്താവിനെ കണ്ടുമുട്ടുന്ന ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആഴ്ചകളിലൊക്കെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ വെളിച്ചത്തിൽ ആരെയൊക്കെ കണ്ടുമുട്ടി എന്നാണ് കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ ചിന്തിക്കുന്നത്. ദുഃഖത്തിലായിരുന്ന സ്ത്രീകൾ കർത്താവിനെ കണ്ടുമുട്ടുന്നു. അതവരുടെ ജീവിതത്തെ ആശ്വസിപ്പിക്കുന്നു. ഭയപ്പെട്ട ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ നടുവിൽ വരുന്നു, അവർക്ക് സമാധാനം നൽകുന്നു. സംശയിക്കുന്ന തോമസ് കർത്താവിനെ കണ്ടുമുട്ടുന്നു. അവൻ്റെ സംശയം മാറി വിശ്വാസി ആയിത്തീരുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഇവിടെ പരാജയപ്പെട്ട ഒരു സമൂഹം, ജീവിത വഴികളിൽ പരാജയപ്പെട്ട പീപ്പിൾ ഹു ഹാവ് ബീൻ എ ഫെയിലിയർ ഇൻ ദി ഏരിയ ഓഫ് ദെയർ വർക്ക്, ദേ മീറ്റ് ദ ലോർഡ്. അതാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു സംഭവ വികാസമായി മാറുന്നത്. ദേ ആർ ട്രാൻസ്ഫോംഡ് ഓൾസോ. എൻകൗണ്ടർ വിത്ത് ദി റിസൻ ലോർഡ്, ഉയർത്തെഴുന്നേറ്റ കർത്താവുമായുള്ള പ്രത്യേകിച്ചുള്ള എൻകൗണ്ടറാണ് ഇവിടെ നാം വായിക്കുന്നത്. സഭയായി കൊടുത്തിരിക്കുന്ന പ്രത്യേക തലക്കെട്ട് റിസൻ ക്രൈസ്റ്റ് ആൻഡ് വർക്ക് എന്നുള്ളതാണ്. നമ്മുടെ ജീവിത രംഗങ്ങളും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവും. വളരെ മനോഹരമായ പാസേജാണ്. ഞാനൊരു വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ. 7-ാമത്തെ വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അവർ പരാജയപ്പെട്ടു, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ് അവരോട് പടകിൻ്റെ വലത്ത് ഭാഗത്ത് വലയിറക്കുവാൻ കൽപ്പിക്കുന്നു. അവരുടെ വല നിറയുന്നു. അപ്പോൾ യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ യോഹന്നാനാണ് എന്നുള്ളതിന് സംശയമില്ല. ജോൺ ദി അപ്പോസ്റ്റൽ ടെൽസ് പീറ്റർ, അത് കർത്താവാകുന്നു. ദാറ്റ് ഈസ് ദ ലോർഡ്. അത് കർത്താവാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട കർത്താവേ, തിരുവചനം മനസ്സിലാക്കാൻ കൃപ തരണമേ. അടിയൻ്റെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ അങ്ങേക്ക് പ്രസാദകരമായി തീരണം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. വേദഭാഗം വായിച്ചാൽ 2 കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. രാത്രി, പുലർച്ച, നൈറ്റ് ആൻഡ് ദ ഡേ ബ്രേക്ക്. ഇത് രണ്ടും അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേക അനുഭവങ്ങളാണ്. പത്രോസാണ് ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ആ രാത്രിയെക്കുറിച്ച് ഞാനൊന്ന് വിവരിക്കട്ടെ. അവരിറങ്ങുന്നു. കർത്താവ് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നവർക്ക് മനസ്സിലായി. എങ്കിൽ തന്നെ അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, ഐ ഗോ ഫിഷിങ്. ഒരു വിധത്തിൽ പത്രോസിനെ നാം പഴിചാരരുത്. അല്പം ഇനിഷ്യേറ്റീവ് ഉള്ളൊരു മനുഷ്യനായിരുന്നു പത്രോസ്. സാധാരണ റിട്ടയർ ചെയ്തവരൊക്കെ ചിലപ്പോൾ ഫോണിലെടുത്ത് മറ്റുള്ളവരോട് ചോദിക്കും, എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന്. ഇസ് ദർ സംതിങ് വി ക്യാൻ ഡു? പത്രോസ് വ്യത്യസ്തനായിരുന്നു. ഹി ഓൾവേസ് ഹാഡ് സംതിങ് ടു ഡു. എനിക്ക് തോന്നുന്നു ഏത് പ്രായത്തിലായാലും എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം അത്ര ധന്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേല എന്നുള്ളത്, വർക്ക് ഇസ് സംതിങ് ഗോഡ് ഹസ് ബ്ലെസ്ഡ്. ദൈവം അനുഗ്രഹിച്ച് മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് ജോലി. റിട്ടയർ ചെയ്യുന്നത് കൊണ്ട് ജോലി അവസാനിക്കുന്നില്ല. ആരോ ഒരാൾ പറയുന്നത് പോലെ റീടയറിങ് ആണ്. വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പക്ഷേ റെമ്യൂണറേഷൻ ഇല്ലായിരിക്കാം. ജീവിതത്തിൻ്റെ അവസാനം വരെ നാം അധ്വാനിക്കണം. അധ്വാനിക്കാനായി ദൈവം നമ്മെ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നു. ഡു ദ വർക്ക്. എല്ലാവരും അധ്വാനിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
ദൈവം ബ്ലെസ് ചെയ്ത് തന്നാണെന്ന് മാത്രമല്ല, വർക്ക് ഈസ് എ ബ്ലെസ്സിങ്. ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. എത്ര ധന്യമായ ഒരു അനുഭവമാണ് നമ്മുടെ കൈക്ക്, നമ്മുടെ ജീവിതത്തിന് ഒരു തൊഴിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ രാത്രിയിലേക്കൊന്ന് നോക്കിക്കാട്ടെ. ഒരു ഇനീഷ്യേറ്റീവ് ഉള്ളൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു നമുക്ക് പോകാം. ഉടനെ കുറച്ച് പേര് ഒരുമിച്ച് പോയി. ആ പ്രവൃത്തിയുടെ രണ്ടാമത്തെ സന്തോഷം, ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ദെയർ വാസ് എ ഫെലോഷിപ്പ് ഓഫ് വർക്ക്. നോട്ട് ഓൺലി ദി ഇനീഷ്യേറ്റീവ് ഓഫ് വർക്ക്, ഫെലോഷിപ്പ് ഓഫ് വർക്ക്. തന്നെയല്ല പോയത്, പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ 7 പേര് പോയി. 5 പേരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ. 2 പേരുടെ പേര് വിട്ടു. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ചില പേര് അവിടോട്ട് ഉൾപ്പെടുത്താനായിരിക്കാം അവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 7 പേർ ഒരുമിച്ച് അവർ പോകുന്നു. അവർ പോയി അധ്വാനിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് രാത്രി മുഴുവൻ അവരധ്വാനിച്ചു, ടോയിൽഡ്. അതും നല്ലൊരു ആശയമാണല്ലോ. ഇനിഷ്യേറ്റീവ് ഉണ്ട് വർക്കിന്, ഫെലോഷിപ്പ് ഉണ്ട് വേലയ്ക്ക്, മൂന്നാമത് ദ ടോയിൽഡ് വെൽ. ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അധ്വാനം. കഠിനമായി അധ്വാനിക്കാൻ എത്ര ഈസി ആയിട്ട് ജീവിതം നയിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ. അതുകൊണ്ടാണല്ലോ വീക്കെൻഡിലേക്ക് നോക്കിക്കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് എത്രമാത്രം അധ്വാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദേ ആർ ഡ്രീമിങ് അബൌട്ട് ദ വീക്കെൻഡ് വൈൽ ദേ ആർ വർക്കിംഗ്. ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോഡ് ഹസ് മെയ്ഡ് us to work hard. കഠിനമായി അധ്വാനിക്കുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. അതൊരു ബ്ലെസ്സിങ് ആണ്. ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളത് ഓർക്കണം. അതുമാത്രമല്ല, ദൈവം എക്യുപ്ഡ് വർക്ക്. വേല ചെയ്യാനുള്ള ആവശ്യമുള്ളതെല്ലാം. പടകുണ്ടായിരുന്നു, വലയുണ്ടായിരുന്നു, അല്പം കൂടെ സന്തോഷം, ചെറുപടകുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വെൽ പ്രിപ്പയർഡ് ഗ്രൂപ്പ്. എന്നാൽ ഒരു കുഴപ്പം മാത്രമേ വന്നുള്ളൂ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. കാൽക്കുലേഷൻ നല്ലതായിരുന്നു, ഇനീഷ്യേറ്റീവ് നല്ലതായിരുന്നു, ഫെലോഷിപ്പ് നല്ല കൂട്ടായ്മ നല്ലതായിരുന്നു, നന്നായിട്ട് അധ്വാനിച്ചു. പക്ഷേ ഒന്നും കിട്ടിയില്ല. ഡിസപ്പോയിൻറ്റിങ് നൈറ്റ്. ഈ ഫിഷർമെന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് ജോലിയിൽ പാട്ടുള്ള ഒരു കൂട്ടരാണ്. നമ്മുടെ തീരപ്രദേശത്തൊക്കെ, പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നോക്കിയാൽ അവർ ഈ വള്ളം ഇറക്കുമ്പം തന്നെ അവർക്കൊരു പാട്ടുണ്ട്. ദേ സിങ് ഈവൻ വെൻ ദേ ലോഞ്ച് ദ ബോട്ട്. അവർ യാത്ര ചെയ്യുമ്പോഴും അവർക്കൊരു പാട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ ചിന്തിക്കുന്നു, ഈ പാട്ടോടുകൂടെ പത്രോസും കൂട്ടരുമൊക്കെ ആരംഭിച്ചെങ്കിലും ഒരു രാത്രി 12-1 മണി കഴിഞ്ഞപ്പോൾ പാട്ട് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഒന്നും കിട്ടിയില്ല. സോ ഇറ്റ് വാസ് എ വെരി ഡാർക്ക് നൈറ്റ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് എ സ്കാരി നൈറ്റ്. അങ്ങനെയുള്ള ഒരു രാത്രിക്ക് ഒരു പ്രത്യേകതയോടുണ്ട്. ഇറ്റ് ബിക്കംസ് എ വെരി ലോങ് നൈറ്റ്. അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ രാത്രിയുടെ യാമങ്ങൾ നീങ്ങത്തില്ല. മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടുപോകും. പ്രായമുള്ളവർക്കറിയാം, വേദനയും ശരീരത്തിനൊക്കെ വരുമ്പോൾ നേരം വെളുക്കാൻ എന്തോ ഒരു താമസമാണ്. രാത്രിക്ക് ഒരേ സമയമേ ഉള്ളൂ, ബട്ട് ഇറ്റ് ടേക്സ് എ ലോങ് ടൈം ഫോർ ദ ഡോൺ ടു കം. അങ്ങനെ അവർക്ക് രാത്രി വളരെ നീണ്ടതാണ് എന്ന് തോന്നിക്കാണും. അപ്പോൾ അവരുടെ രാത്രി ഭയങ്കരമായ രാത്രിയായിരുന്നു. ആർക്കറിയാം, ഒരുപക്ഷെ സമുദ്രം കോപിച്ചും കാണും. എന്നാൽ ഇവിടെ സന്തോഷകരമായ ഒരു വാക്കുണ്ട്. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 4-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വരുന്നത് നല്ലതാണ്. പുലർച്ചെയായപ്പോൾ യേശു, ഇൻ ദ മോർണിംഗ് ജീസസ്. ഇഫ് യു റിമെമ്പർ ദീസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ്, ഐ തിങ്ക് ഇറ്റ് വിൽ കംഫർട്ട് യുവർ സോൾ. ഇൻ ദ മോർണിംഗ് ജീസസ്. പുലർച്ചെയായപ്പോൾ യേശു. എന്തുകൊണ്ടാണ് ഒരു പുലർച്ചയായത്? നല്ലൊരു പ്രഭാതമാണ്. കാര്യം സൂര്യൻ ഉദിച്ചു. ദാറ്റ്സ് വൈ ഇറ്റ് ബിക്കെയിം മോർണിംഗ്. എന്നാൽ ഗുഡ് മോർണിംഗ് ആയത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീതി സൂര്യനായ യേശു ഉദിച്ചതുകൊണ്ടാണ്. പുലർച്ചെയായപ്പോൾ യേശു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായി മാറി. അവരുടെ ജീവിതത്തിൻ്റെ പരാജയം മാറുന്നു എന്ന് നാം കാണും. അങ്ങനെയാണ് യോഹന്നാൻ പത്രോസിനോട് പറയാനിടയായത്, അത് കർത്താവാകും. ദാറ്റ് ഈസ് ദ ലോർഡ്. ഉദ്ധിതനായ ക്രിസ്തുവിനെ കർത്താവായി കാണാൻ ഭാഗ്യം ലഭിച്ചാൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാകും.
ഇഫ് യു ക്യാൻ സീ ദ റിസൺ ലോർഡ് ആസ് ദ ലോർഡ് ഓഫ് യുവർ ലൈഫ്. അതാണല്ലോ തോമസ് അപ്പോസ്തലൻ പറഞ്ഞത്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അങ്ങനെ പറയാനിടയായാൽ ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് യാഥാർത്ഥ്യമാകും. ദ റിസൺ ലോർഡ് വിൽ ബിക്കം എ റിയാലിറ്റി ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് യോഹന്നാൻ കാണിച്ച കർത്താവിൻ്റെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു. യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാകുന്നു. നോക്കിക്കാട്ടെ, 1, ദ ലോർഡ് ഹു ഫിൽസ് എംപ്റ്റി വെസൽസ്. ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുന്നവനായ കർത്താവ്. രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. ദേ കുഡ്ന്റ് ക്യാച്ച് എനിത്തിങ്, എംപ്റ്റി ബോട്ട്. എന്നാൽ അന്ന് പ്രഭാതത്തിൽ അവരൊരു കാര്യം കണ്ടുപിടിച്ചു. ആ ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ഒഴിഞ്ഞ ജീവിതം എന്ന് പറയുന്നത് പത്രോസിന് മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്ര സമർത്ഥരായാലും കാൽക്കുലേഷൻസ് ക്യാൻ ഗോ റോങ്. ചിലരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, 1910, 1914, 1915. പക്ഷേ 1913 ആകുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ എല്ലാം ഫെയിൽ ചെയ്തു. ഇങ്ങനെ പോയി എങ്ങനെ റിട്ടയർ ചെയ്യണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. നമ്മുടെ കാൽക്കുലേഷനൊക്കെ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പരാജയപ്പെട്ടു പോയി എന്ന് വന്നേക്കാം. They became empty. Some people become materially empty. പെട്ടെന്നൊരു യാഥാർത്ഥ്യമായി തീരുന്നു, കയ്യിലുള്ളതെല്ലാം പോകുന്നു. I know many people who have gone through that stage. നല്ല ബിസിനസ്സുകാർ പെട്ടെന്ന് കയ്യിലുള്ളത് ശൂന്യമാകുന്നു. Some people become emotionally empty. എല്ലാം ഉണ്ട്, വൈകാരികമായി എന്തോ ഒരു ശൂന്യത, ഭവനത്തിലൊരു ശൂന്യത. എന്നാൽ ഇന്ന് നമുക്ക് പ്രത്യാശയുടെ ഒരു വാക്കുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ, ലുക്ക് ഇൻ ടു വേഴ്സ് 6, യു വിൽ ക്യാച്ച്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒന്നും കിട്ടാത്ത സ്ഥലത്ത് കർത്താവിൻ്റെ ഒരു വാക്ക്, അവർക്കൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ഒരു വാക്ക് ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ജീവിതത്തിൻ്റെ ശൂന്യതയിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാൻ കഴിയുന്ന ഒരു യേശു, ആ യേശു കർത്താവാകണം. യോഹന്നാൻ അടുത്ത് നിൽക്കുന്ന ശീമോനോട് പറഞ്ഞു, അത് കർത്താവാകുന്നു. ഹു ഈസ് ഹി? ഹീ ക്യാൻ ഫിൽ യുവർ ബോട്ട്. ഒന്നും ലഭിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചു. എന്നാൽ അവർക്ക് ഇത് കിട്ടാനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് കിട്ടും, പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശണമെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. അവർ വല ഇറക്കി, അവരുടെ വല നിറഞ്ഞു. They trusted God's word. You know, this is the secret. Proverbs 3:5, സദൃശവാക്യം 3:5 നല്ലൊരു വാക്യമുണ്ട്. I think it is a verse for prosperity, how to be prosperous. Trust in the Lord with all your heart. Lean not on your own understanding. In all your ways acknowledge him. He shall direct your path. നിങ്ങളുടെ വഴിയെ യഹോവയെ ഭരമിൽ, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളണം. അവൻ നിൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കും, വഴികളെ നേരെയാക്കും. എത്ര മനോഹരമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വലയൊന്ന് ഇറക്കിക്കാട്ടെ. അവരിറക്കി, അവരുടെ വല നിറഞ്ഞു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ പടകയിലിരിക്കുന്ന ശിഷ്യന്മാരേക്കാൾ അവർക്ക് ലഭിക്കുന്നത് എവിടെയെന്ന് അറിഞ്ഞവൻ കരയ്ക്കിരിക്കുന്ന കർത്താവാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമാകും. എൻ്റെ ജീവിതവും എൻ്റെ ചുറ്റുപാടിലും എനിക്കാണ് അറിയാമെന്നുള്ള ചിന്ത വിട്ടിട്ട് അകന്നിരിക്കുന്ന കർത്താവിനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യത എന്ന് മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലൈഫ് വിൽ ബി എ സക്സസ്. അവർ ഉടനെ വിശ്വസിച്ചു, എൻ്റെ കർത്താവിനത് ചെയ്യാൻ കഴിയും. അവർ വല ഇറക്കി, പടക് നിറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇറ്റ്സ് എ സെയിം ഹാൻഡ്, സെയിം നെറ്റ്, സെയിം ബോട്ട്. കർത്താവ് പറഞ്ഞില്ല ഈ ബോട്ട് മാറണമെന്ന്. കർത്താവ് പറഞ്ഞില്ല പുതിയ തരം വല ഇറക്കണമെന്ന്. പത്രോസിനോട് പറഞ്ഞില്ല നീ ഒന്ന് മാറി ഇന്നേ വേറൊരാളൊന്ന് ഇറക്കട്ടെ എന്ന്. ഇറ്റ്സ് എ സെയിം ഹാൻഡ്, സെയിം ബോട്ട്, സെയിം നെറ്റ്. അതൊരു പക്ഷേ ഇന്ന് ഇവിടെ കൂടെയിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ദൂതായിരിക്കും. സെയിം ലൈഫ്, സെയിം സിറ്റുവേഷൻ. ഗോഡ് ക്യാൻ ഫിൽ യു. ദൈവത്തിന് നിങ്ങളെ നിറയ്ക്കാൻ കഴിയും. എനിക്കൊരു ഉറ്റ സ്നേഹിതനുണ്ട്.
അദ്ദേഹം നല്ലൊരു കോൺട്രാക്ടറായിട്ടാണ് ആരംഭിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റിൽ വന്ന പരാജയം നിമിത്തം സ്വന്തം വസ്തു, സ്വന്തം പാർപ്പിടം, പാരമ്പര്യ കുടുംബ വസ്തു വിൽക്കേണ്ടി വന്നു. അപ്പച്ചനെയും അമ്മച്ചയും ദൂരെ കൊണ്ടുപോയി താമസിപ്പിക്കേണ്ടി വന്നു. ദൂരെ കൊണ്ടുപോയി താമസിപ്പിച്ചത് നാട്ടുകാരുടെ ഇടയിൽ ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട്. വളരെ ധനാഢ്യരായി ജീവിച്ചിരുന്ന എല്ലാം പോയല്ലോ. അപ്പോൾ അവർക്ക് ഇനി അവർക്ക് സ്വന്തം സ്ഥലത്ത് ദൂരത്ത് കൊണ്ട് താമസിപ്പിച്ചു. എന്നാൽ കർത്താവിനെ ആ ഒഴിഞ്ഞ പടകിലിരിക്കുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു അത് കർത്താവാണ്. എൻ്റെ സ്നേഹിതൻ കർത്താവിനെ വിശ്വസിച്ചു. തൻ്റെ ജീവിതത്തെ ധന്യമാക്കാൻ തൻ്റെ പടകിലല്ലാതെ ഇരിക്കുന്ന തനിക്കല്ല, ദൂരെ ഇരിക്കുന്ന കർത്താവിനാണ്. ഹി ഹാസ് മോർ വിസ്ഡം ദാൻ മീ, ഹി നോസ് ബെറ്റർ ദാൻ മീ. വിശ്വസിച്ചു, വലയിറക്കി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ധനത്തിൻ്റെ വലിപ്പമല്ല, ഗോഡ് ഹസ് മെയ്ഡ് ഹിം വെരി 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 പ്രോസ്പെറസ്. നന്ദിയോടെ ദൈവത്തിനെ സ്നേഹിച്ച് ജീവിക്കുന്നു. എ വണ്ടർഫുൾ ഫാമിലി. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വളരെ ഹൃദ്യമായി താൻ സഹായിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? എംപ്റ്റി ലൈഫ് ഗോഡ് ഫിൽഡ്. ഇന്ന് രാവിലെ സമയം ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ദൂതാണ്. ഗോഡ് ക്യാൻ ഫിൽ യുവർ എംപ്റ്റി ബോട്ട്. സെയിം ഹാൻഡ്സ്, സെയിം നെറ്റ്, സെയിം ബോട്ട്, ബട്ട് എ ഡിഫറെൻ്റ് ലോഡ്. ഇപ്പോൾ യേശുവിനെ മനസ്സിലാക്കിയത് അവൻ കർത്താവാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാകട്ടെ. ഒരു കാര്യം കൂടെ അവിടെ ഓർപ്പിക്കട്ടെ, വല നിറഞ്ഞെങ്കിലും വല കീറിയില്ല. ചിലർ ജീവിതത്തിൽ വളരെ സക്സസ്ഫുള്ളായി, പക്ഷേ വല കീറിപ്പോയി. They broke their health. They have a broken family. Very successful, broken testimony. They have broken their relationship with Christ. വല നിറഞ്ഞു. എന്നാൽ ദൈവം വല നിറച്ചാൽ അങ്ങനല്ല. ദൈവം വല നിറച്ചാൽ വല കീറത്തില്ല. ദൈവം ബ്ലെസ് ചെയ്യുമ്പോൾ it becomes a blessing. It will comfort your soul. It will bring joy to your soul. രണ്ടാമത് നോക്കിക്കാട്ടെ. Not only it is the Lord who fills. വല നിറയ്ക്കുന്നൊരു കർത്താവ്, പടക് നിറയ്ക്കുന്നൊരു കർത്താവ് മാത്രമല്ല, the Lord who comforts. ഇങ്ങനെയുള്ള സമയത്ത് ആശ്വാസത്തിൻ്റെ വാക്കാണല്ലോ വേണ്ടിയില്ലയോ? ഇവിടെ പത്രോസ് കണ്ടത് ആശ്വസിപ്പിക്കുന്നൊരു കർത്താവ്. വേറെ ആർക്കും ഇവരെ മനസ്സിലാകത്തില്ല, കർത്താവിനെ അറിയത്തുള്ളൂ. കർത്താവ് അവരുടെ കഷ്ടത മനസ്സിലാക്കി, കർത്താവ് അവരുടെ ആവശ്യം മനസ്സിലാക്കി, കർത്താവ് അവരുടെ പ്രകൃതിയും മനസ്സിലാക്കി, നന്നായിട്ട് മനസ്സിലാക്കി. സ്മരണയിലെ ദൂതൻ എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പെർസിക്യൂട്ടഡ് ചർച്ചാണ്, പെർസിക്യൂട്ടഡ് ചർച്ച്. നിൻ്റെ കഷ്ടതയും നിൻ്റെ ദാരിദ്ര്യവും നീ അനുഭവിക്കുന്ന ദൂഷണവും ഞാൻ അറിയുന്നു. ഇറ്റ്സ് എ ലോർഡ് ഹു കംഫർട്ട്സ്. വൈ? ബിക്കോസ് ഹി നോസ് യു. ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കും നമ്മെ അറിയേണ്ട പോലെ അറിയത്തില്ല. നമ്മളവർക്കും എല്ലാവർക്കും അറിയത്തില്ല. ഇറ്റ്സ് ഓൺലി ദ ലോർഡ് ഹു നോസ് യു വെൽ. നന്നായിട്ട് അറിയാവുന്നവൻ കർത്താവാണ്. 103-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ എൻ്റെ പ്രകൃതി അറിയുന്നു. വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിന് കൊടുത്തിരിക്കുന്ന പേരാണല്ലോ കംഫർട്ട്. തൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കും, തൻ്റെ പ്രൊവിഷൻ കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കും, തൻ്റെ ശക്തി കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കും. ഈ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. അവർ കരയ്ക്ക് വന്നപ്പോൾ നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച് കാണും, തീക്കനലിൽ, വളരെ ഹെൽത്തി ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, തീക്കനലിൽ ചുട്ട മത്സ്യവും അപ്പവും റെഡി ഫോർ ദം. കർത്താവ് അറിഞ്ഞു. ആ അവസാന വാക്യം നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. ആ അവസാന വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അപ്പമെടുത്ത് യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. ഹി ഗേവ് ദം പേഴ്സണലി. യേശുമ്പുരാനാണ് ക്ഷീണിച്ച് വന്നെന്ന് കർത്താവിനറിയാം. അപ്പോൾ അവരുടെ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് തിരുത്തുമൊന്നുമല്ല. ഈസ് നോട്ട് റെബ്യൂക്കിംഗ് ദം. കർത്താവിന് അറിയാമല്ലോ. രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച പത്രോസിനെയും സ്നേഹിതരെയും കർത്താവിനറിയാം. കർത്താവ് അവരെ കംഫർട്ട് ചെയ്യുക. ഹി നോസ് വാട്ട് ദേ നീഡ്.
നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നൊരു കർത്താവ്. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, നീ ക്ഷീണിച്ചോ, നീ വലഞ്ഞോ, വ്യാകുലപ്പെട്ടോ, എങ്കൽ വിശ്രമിക്കുന്നു എന്ന് യേശു ചൊല്ലുന്നു. ആർട്ട് ദൗ weary, ആർട്ട് ദൗ languid, ആർട്ട് ദൗ soul distressed, come to me, says the Lord. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ നിറയ്ക്കുന്ന കർത്താവ്, 2 ആശ്വസിപ്പിക്കുന്ന കർത്താവ്, 3 യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവ്, ദ ലോർഡ് ഹു റിസ്റ്റോഴ്സ്. പരാജയപ്പെട്ടും കർത്താവ് പരാജയത്തിൽ അവരെ നിർത്തത്തില്ല. കർത്താവിൻ്റെ പദ്ധതി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഏക പദ്ധതി അതാണ്. ജീവിതത്തിൽ പരാജയപ്പെടുന്ന ടെൻഡൻസിയാണ് എനിക്ക് നിങ്ങൾക്കും ഉള്ളത്. വി ആർ ഓൾവേസ് ടെംപ്റ്റഡ് ടു ഫെയിൽ, ബട്ട് ഗോഡ് ഈസ് ഓൾവേസ് ദെയർ ടു റിസ്റ്റോർ. ഇതുപോലെ യഥാസ്ഥാനപ്പെടുത്തുന്ന വേറൊരു കർത്താവുണ്ടോ? കർത്താവിൻ്റെ റിസ്റ്ററേഷൻ്റെ വഴിയൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതല്ല. അവരുടെ പടകിനെ നിറച്ചു, 2 അവരെ ആശ്വസിപ്പിച്ചു. കർത്താവിന് അതുകൊണ്ട് തൃപ്തിയായില്ല. കർത്താവിന് അവരെ യഥാസ്ഥാനപ്പെടുത്തണം. അവിടെയാണ് കർത്താവിൻ്റെ ഹൃദയം നിറയുന്നത്. ജീസസ് ഈസ് സാറ്റിസ്ഫൈഡ് വെൻ വി ആർ റിസ്റ്റോർഡ്. അതുകൊണ്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. യഥാസ്ഥാനപ്പെടുത്തുവാൻ ആദ്യം അവരോട് ഇടപെട്ടത് സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. കുഞ്ഞുങ്ങളെ, അത് മതിയല്ലയോ? യഥാസ്ഥാനപ്പെടുത്താൻ ഏറ്റവും നല്ലത് ലവിങ് വേർഡ്സ്. കർത്താവരെ വിളിക്കുന്നത് പിന്മാറിപ്പോയവരെന്നോ തള്ളിപ്പറഞ്ഞവരെയെന്നോ വേറൊരു വാക്കുമല്ല ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ചിൽഡ്രൻ, സോ ലവിങ്. അതാണല്ലോ സുവിശേഷത്തിൻ്റെ ശക്തി. കർത്താവ് നമ്മളെ ശാസിക്കുകയല്ല, ഭയപ്പെടുത്തുകയല്ല. ഹി ലവ്സ് യു. ഹി സേസ് ചിൽഡ്രൻ. എനിക്ക് തോന്നുന്നു ആ വാക്ക് കേട്ടപ്പോൾ തന്നെ പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും ഹൃദയം എത്ര ആശ്വസിച്ച് കാണും. കുഞ്ഞുങ്ങളെ. രണ്ടാമത്തേത്, ഇറ്റ് വാസ് എ സെർച്ചിങ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വാസ് എ ലവിങ് വേർഡ്, സെക്കൻഡ് വാസ് എ സെർച്ചിങ് ക്വസ്റ്റ്യൻ. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ഇത്രയൊക്കെ ജീവിച്ചിട്ട് പ്രയോജനമുള്ളതെല്ലാം കയ്യിലുണ്ടോ എന്നതിൻ്റെ അർത്ഥം. വളരെ അധ്വാനിച്ചല്ലോ. യു തിങ്ക് യു ആർ മെയ്ഡ് ഇൻ ലൈഫ്. ഫ്രൂട്ട്ഫുള്ളായിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിച്ചേ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പത്രോസ് പറയും, മോസ്റ്റ് മോഡേൺ ബോട്ടാണ് ഞങ്ങളുടെ, ഇതിനപ്പുറത്ത് വേറൊരു നെറ്റില്ല, നല്ല പരിചയമുള്ള ആളുകൾ ഞങ്ങളുടെ നടുവിലുണ്ട്. കർത്താവ് അതൊന്നും ചോദിച്ചില്ല. നമുക്കൊക്കെ പറയാൻ അങ്ങനെ പല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറയാനുണ്ട്. കർത്താവ് ചോദിക്കുന്നത് പ്രയോജനം